ഇന്നലത്തെ കളി കണ്ടാ ശരിക്കും എനിക്ക് ബെൽജിയം ജയിക്കണമായിരുന്നു. അത് നിനക്ക് സ്പെയിൻ നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് തോന്നിയതാടാ. ശരിക്കും സ്പെയിൻ തന്നെയാണ് വരേണ്ടത്. ശരി, നിനക്ക് ആര് ജയിക്കണമെന്നാണ്? എനിക്കും വേണ്ടി. അപ്പൊ നിനക്ക് നിങ്ങളെ പുറത്താക്കിയിട്ടും പുറത്താവണം. ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ലടാ ബെൽജിയം ഫ്രാൻസിനെ പൊട്ടിച്ചിട്ട് ഫൈനലെത്തിയെന്ന് വെച്ചോ. അപ്പുറത്ത് അർജന്റീനെ പൊട്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഫിഫനെ പൊട്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പൊ നോക്ക്, ഫ്രാൻസ് വന്നാലും സ്പെയിൻ വന്നാലും അർജന്റീനയും ഫിഫനെയും പൊട്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്ത് കപ്പാസിറ്റി? ഫിഫ വാർച്ചൊക്കെ ചെയ്ത് അവരടിക്കുന്ന ഗോളൊക്കെ അസാധുവാക്കി തീർന്നില്ലേ? അതത്രേ ഉള്ളൂ. എന്നാലും ഒരു സാധ്യത ഉണ്ടോ എന്ന് നോക്കാലോ. ഫിഫന്റെ കുടുംബം വരുന്നുണ്ടല്ലോ. എന്താ മക്കളെ, നാളെ കളി കാണുന്നില്ലേ? ഏയ് ഞങ്ങളില്ലടാ. അതെന്താ? ഞങ്ങളുടെ തോൽവിയാണ് നിങ്ങൾ മുഴുവൻ കളി ഇരുന്ന് കാണുമല്ലോ. നിങ്ങളുടെ മുന്നിൽ ജയിച്ചു കയറണം, അപ്പോഴൊരു ത്രില്ല്. അർജന്റീന ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ കാണായിരുന്നു, എന്തായാലും തോൽക്കുകയും ചെയ്യും. പക്ഷേ ഇതിപ്പോ ഫിഫയും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ല അല്ലേ? ആ കുഴപ്പമില്ല, 15 മിനിറ്റിൽ 3 എണ്ണല്ലേ കിട്ടിയത്. ടൈം എടുക്കും. നീ ഒരുപാട് നകളിക്കണ്ട. ആ ഫ്രാൻസ് അവിടെ നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. അവന്മാര് നിങ്ങളെ പൂട്ടും. എനിക്കറിയടാ, ഇനി മുതൽ നിങ്ങൾ ആ ഫ്രാൻസിന്റെ മണ്ടയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾ ബ്രാച്ചുകളല്ല, ഫ്രാച്ചുകളാണ്, ഫ്രാച്ചുകൾ. ഞങ്ങളും നിനക്കൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി മുതൽ നീ അർജന്റീന അല്ല, ഫിഫന്റീനയാണ്. ഫിഫന്റീന. നിങ്ങളുടെ മുന്നിൽ അടുപ്പിച്ച് 2ാമത്തെ വേൾഡ് കപ്പ് അടിച്ചിട്ട് മെസ്സിയും പിള്ളേരും ഈ കളം വിടുള്ളൂ. നോക്കിയിരുന്നു വന്ന് ആ കാണാടാ.